ഇന്ന് നമുക്ക് 2480 റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷനാണ്. അതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ലൊരു ബ്യൂട്ടിഫുൾ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ടസർ സാരിയൊക്കെ എടുത്ത് അതേ ലുക്കിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. എന്നാൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സും നല്ല എംബ്രോയിഡറി വർക്കും അതിനകത്ത് വന്നിരിക്കുന്ന. നമ്മൾ ടസറിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വരുന്ന സാരീസ് ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടല്ലോ, അതേ ലുക്കിൽ നിൽക്കുന്ന സാരീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ കാണിക്കാം. ഏതെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മുടെ മൂവാറ്റുപുഴ സ്റ്റോറിലും നമ്മുടെ കുത്തുകുഴിയിലുള്ള സ്റ്റോറിലും നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്റ്റോറിൽ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം, അല്ല ഓൺലൈൻ ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന ഇതേപോലെ ഒരു ഡസ്റ്റി പീച്ച് ടോൺ. ഇതേപോലെ ഒരു പീച്ചിൻ്റെ ഒരു ഡസ്റ്റി ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് സാരി നമ്പർ 1 ആണ്. എല്ലാ സാരിക്കും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ നമ്പറും കൂടെ മെൻഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. ഇത് എല്ലാ എംബ്രോയിഡറി സാരി പോലെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പം ഹാഫായിട്ടായിരിക്കും വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രോസ് സ്റ്റിച്ച് ഇത് കണ്ടോ. ഇതിനകത്തൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലും ആ ഡസ്റ്റി പീസിൻ്റെ അല്പം കൂടെ ഡാർക്കർ ടോണിലുള്ള എംബ്രോയിഡറി വർക്കും സെയിം ടോണിലുള്ള എംബ്രോയിഡറി വർക്കും ഓൾ ഓവർ ദ ബോഡിയിലും വന്നിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. അപ്പോൾ നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് ലുക്കിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഇത്. ഇതിൻ്റെ ടാസൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് ഇതിൻ്റെ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇത് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വർക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിൻ്റെ പാറ്റേൺ വരുന്നത്. അപ്പോൾ എല്ലാ സാരിയുടെയും പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഒള്ളി അതിൻ്റെ കളറിലും എംബ്രോയിഡറിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡിൻ്റെ കളറിലും ഉള്ള ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. ഇത് സാരി നമ്പർ 1, ഒരു ഡസ്റ്റി പീച്ച് ടോൺ. പെട്ടെന്ന് കൊടുത്തുകൊണ്ട് പോകാനും ഒക്കെ നല്ലൊരു സാരി. എന്നാൽ ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് കിട്ടുകയും ചെയ്യുന്ന സാരീസ്. നമുക്ക് ചില സാരീസ് ഉണ്ടല്ലോ, ഉടുത്ത് നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഉടുത്തു കഴിയുമ്പോൾ അതുപോലെ തന്നെ കിടക്കുന്നത്. ഇതൊരു സ്ലൈറ്റ്ലി ഒരു മാംഗോ ഇല്ല, അതായത് ആ റെഡിഷ് യെല്ലോ ആ യെല്ലോ അല്ല കേട്ടോ, ഒരു മസ്റ്റാർഡ് മാംഗോ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതും നല്ല ഷെയ്ഡാണ്. ഇതൊക്കെ നമ്മൾ കളറ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ, അങ്ങനത്തെ യെല്ലോ ഒന്നും കൊടുക്കാറില്ല. കാരണം അതൊക്കെ നമ്മൾ ഉടുക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കളേഴ്സൊന്നും ഞാൻ കൊടുക്കാറില്ല യൂഷ്വലി. ഇതൊക്കെ കണ്ടോ, നല്ല ചിലപ്പോൾ ഈ യെല്ലോയൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചിങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അതിനകത്തൊരു ലാവൻഡറൊക്കെ ചേർന്നിട്ടുള്ള എംബ്രോയിഡറി വർക്കുമാണ് വരുന്നത്. ഡിസൈനും കളറും ഒക്കെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഓരോ മെറ്റീരിയലും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തു വരുന്ന സാരീസാണ് ഇതൊക്കെ. സാരി നമ്പർ 2. സാരി നമ്പർ 3 വരുമ്പോൾ ഒരു ഡസ്റ്റി പിങ്ക് ടോൺ. ഡസ്റ്റി പിങ്ക്, അതിനകത്ത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന എംബ്രോയിഡറി വർക്ക് ഉണ്ടോ. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് എല്ലാം. നമ്മുടെ എല്ലാ കോംപ്ലക്ഷൻകാർക്കും ചേരുന്ന കളേഴ്സാണ് കേട്ടോ ഇതെല്ലാം. ഉണ്ട് സാരി നമ്പർ 3, നല്ല ഷെയ്ഡാണ്, നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. സാരി നമ്പർ 4 കണ്ടോ, പിങ്ക്. ഇതും നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ്. ഇതൊക്കെ എല്ലാവർക്കും നല്ല പ്ലസൻ്റായിട്ട് തോന്നുന്ന ഷെയ്ഡ്സാണ് ഇതൊക്കെ. അതിനകത്ത് നമുക്ക് ആ പേസ്റ്റൽ ഗ്രീനിൻ്റെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ പിങ്ക്. ഇത് സാരി നമ്പർ 5 വരുമ്പോൾ നമ്മുടെ ഒരു സീ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ്. ആ സീ ഗ്രീനിൻ്റെ ഷെയ്ഡിനേക്കാളും ഒന്നുകൂടെ നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡാട്ടോ. അതിനകത്ത് കണ്ടോ നല്ലൊരു പിങ്ക് ഒരു ഒണിയൻ പിങ്കിനോട് ചേർന്ന പോലെയുള്ളൊരു പിങ്കും ലാവൻഡറും കൂടെ ചേർന്ന ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറിയാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സാരീസ് എല്ലാം. നമ്മളിങ്ങനെ സെലക്ട് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, വരുമ്പം എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടല്ലോ. പക്ഷെ നല്ല കളേഴ്സും നല്ല കോമ്പിനേഷൻ എംബ്രോയിഡറിയും ഒക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അടുത്തത് വരുന്നത് അതിൻ്റെ ഇതും അതായത് ഒരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡിലേക്ക് വരും. സാരി നമ്പർ 6, ഒരു ഓണിയൻ പിങ്കും സ്ലൈറ്റ്ലി ഒരു മെറൂൺ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഒരു ലൈറ്റ് മെറൂണും ഓണിയൻ പിങ്കും കൂടെയൊക്കെ ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡ്.
സാരി നമ്പർ 6. 6 കളേഴ്സാണ് സാരി നമ്പർ 6. എല്ലാത്തിൻ്റെയും ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ്. ഇതിനകത്തും ആ പേസ്റ്റൽ ഗ്രീനും അല്പം കൂടെ ഡാർക്കർ മെറൂണും കൂടെ ചേർന്നിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് ഇതിനകത്ത് ആ പേസ്റ്റൽ ഗ്രീനും ഇതിൻ്റെ അല്പം കൂടെ ഡാർക്കർ ടോണിലേക്കുള്ള ത്രെഡും വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലവർ ആണെങ്കിലും നല്ല ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് നല്ല ഭംഗിയുള്ള സാരീസ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വെബ്സൈറ്റിലും ഉണ്ടാകും, വാട്സപ്പിലും ഉണ്ടാകും. അതുകൂടാതെ നമുക്ക് 2 സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. താങ്ക്